നമസ്കാരം. ചരിത്രവും രാഷ്ട്രീയവും ചിലപ്പോൾ വിരോധാഭാസങ്ങളുടെ ഒരു വലിയ ലോകം തന്നെ നമുക്ക് മുൻപിൽ തുറന്നിടും. ജൂതരാഷ്ട്രമെന്ന് അവകാശപ്പെടുന്ന ഇസ്രായേൽ തൊടുത്തുവിട്ട മിസൈലുകൾ പതിച്ചത് ഇറാന്റെ മണ്ണിലെ ഒരു പുരാതന ജൂത ദേവാലയത്തിനു മേലാണ്. ടെഹ്റാനിലെ പലസ്തീൻ സ്ക്വയറിന് സമീപമുള്ള റാഫിനിയ സിനഗോഗ് കഴിഞ്ഞ ദിവസം തകർന്നു തരിപ്പണമായിരുന്നു. ഖൊറാസാൻ ജൂതന്മാരുടെ പ്രാർത്ഥനകൾ ഉയർന്നിരുന്ന ആ മണ്ണിൽ ഇന്ന് രക്തത്തിന്റെയും വെടിമരുന്നിന്റെയും ഗന്ധമാണ്. എന്തുകൊണ്ടാണ് ഇറാൻ ഇപ്പോഴും ജൂതന്മാരെ സംരക്ഷിക്കുന്നത്? സ്വന്തം മതവിശ്വാസികൾ പ്രാർത്ഥിക്കുന്നിടത്തിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയത് എന്തുകൊണ്ട്? ഇറാനിലെ ജൂത ജീവിതങ്ങളുടെ കഥകൾ നമുക്കൊന്ന് അറിഞ്ഞുവരാം. പല ആളുകളും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പോലെ ഇറാൻ ഇസ്ലാമിക രാഷ്ട്രം മാത്രമല്ല, ജൂതന്മാർ അടക്കമുള്ള മറ്റു പല മതന്യൂനപക്ഷങ്ങളും രാജ്യത്തുണ്ട്. ഇവിടുത്തെ ജൂതന്മാരുടെ ആരാധനാലയത്തിലേക്കാണ് ഇസ്രായേൽ ഇന്നലെ ആക്രമണം നടത്തിയത്. 8,000-നും 10,000-നും ഇടയിലാണ് ഇറാനിൽ താമസിക്കുന്ന ജൂതന്മാരുടെ എണ്ണം എന്നാണ് കണക്കുകൾ. മതേതര മനസ്സുള്ള ഒരു ഭരണകൂടവുമാണ് ഇറാനിലുള്ളത്. മാത്രമല്ല, ഇറാന്റെ പാർലമെന്റിൽ ഒരു ജൂത പ്രതിനിധിയുമുണ്ട്. ഹൊമയോൺ സമീഹയാണ് മജ്ലിസിലുള്ള ആ ജൂത പ്രതിനിധി. 1979-ലെ ഇസ്ലാമിക വിപ്ലവത്തിനു മുൻപ് ഈ സമൂഹം വളരെ വലുതായിരുന്നു. 80,000 മുതൽ 1,00,000 വരെ ജൂതന്മാർ രാജ്യത്ത് താമസിച്ചിരുന്നുവെന്ന് കണക്കാക്കപ്പെടുന്നു. രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ, സാമ്പത്തിക മാറ്റങ്ങൾ, പ്രാദേശിക സംഘർഷങ്ങൾ എന്നിവ 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ നിരവധി ഇറാനിയൻ ജൂതന്മാരെ അമേരിക്കയിലേക്ക് കുടിയേറാൻ പ്രേരിപ്പിച്ചു. ഇതോടെ രാജ്യത്ത് ജൂതന്മാരുടെ എണ്ണത്തിൽ ഇടിവുണ്ടായെങ്കിലും ഇന്നും ഇറാനിൽ സജീവമായ ഒരു ജൂത സമൂഹ ജീവിതം നിലനിൽക്കുന്നു. ഇറാനിയൻ ജൂതന്മാർ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന ടെഹ്റാനിലാണ് ഈ സമൂഹത്തിലെ ഭൂരിഭാഗം അംഗങ്ങളും താമസിക്കുന്നത്. നീണ്ട ജൂത ചരിത്രമുള്ള നഗരങ്ങളായ ഷിറാസിലും ഇസ്ഫഹാനിലും ചെറിയ സമൂഹങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. സിനഗോഗുകൾ, ജൂത സ്കൂളുകൾ, കമ്മ്യൂണിറ്റി സംഘടനകൾ എന്നിവ ഇപ്പോഴും ഇറാനിൽ പ്രവർത്തിക്കുന്നത് തുടരുന്നു. ഇറാനിയൻ നിയമം അനുവദിക്കുന്ന ചട്ടക്കൂടിനുള്ളിൽ ജൂത മതപരമായ ആചാരങ്ങൾ ഇപ്പോഴും പരസ്യമായി ആചരിക്കപ്പെടുന്നു. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ ഭരണഘടനയിൽ ജൂതമതം ഔപചാരികമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുമതത്തിനും സൊറോസ്ട്രിയനിസത്തിനുമൊപ്പം ജൂതമതവും രാജ്യത്തെ ഔദ്യോഗിക മതന്യൂനപക്ഷങ്ങളിലൊന്നായി പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ജൂതപൗരന്മാർക്ക് ഇറാനിയൻ നിയമപ്രകാരം നിയമപരമായ അംഗീകാരവും പരിമിതമായ സംരക്ഷണവുമുണ്ട്. ഇറാന്റെ പാർലമെന്റിലെ സംവരണ സീറ്റ് ജൂത സമൂഹത്തിന് അനുവദിച്ചതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ വ്യവസ്ഥകളിലൊന്ന്. ഈ സീറ്റ് നിലവിൽ വഹിക്കുന്നത് ഇറാനിയൻ ജൂതന്മാരെ ദേശീയ നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്ന ഹൊമയോൺ സമയാണ്. സിനഗോഗുകളും കമ്മ്യൂണിറ്റി സെന്ററുകളും ഉൾപ്പെടെയുള്ള ജൂതമത സ്ഥാപനങ്ങൾ നിരവധി ഇറാനിയൻ നഗരങ്ങളിൽ പ്രവർത്തിക്കുന്നു. ജൂത സ്കൂളുകൾ പ്രവർത്തിക്കുന്നത് തുടരുന്നു. എന്നിരുന്നാലും അവ ദേശീയ വിദ്യാഭ്യാസ സമ്പ്രദായവും പാഠ്യപദ്ധതിയും പാലിക്കേണ്ടതുണ്ട്. ഇറാനിലെ മറ്റു മതന്യൂനപക്ഷങ്ങളെ പോലെ ജൂതന്മാരും ചില നിയന്ത്രണങ്ങൾ നേരിടുന്നു. അവയിൽ ചില മുതിർന്ന സർക്കാർ അല്ലെങ്കിൽ സൈനിക സ്ഥാനങ്ങൾ വഹിക്കുന്നതിനുള്ള പരിമിതികളും ഉൾപ്പെടുന്നു. എന്നിരുന്നാലും യഹൂദമതത്തിന്റെ ഭരണഘടനാപരമായ അംഗീകാരം ഇറാനിയൻ ഭരണകൂടം ജൂതമതത്തെ ഒരു മതമായും സൈനിസത്തെ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമായും വേർതിരിച്ചു കാണിക്കുന്നു. ഫെബ്രുവരി 28-ന് ഇസ്രായേലും US-ഉം ഇറാനെതിരെ ആക്രമണം ആരംഭിച്ചതിനു ശേഷം പ്രാദേശിക സംഘർഷങ്ങൾ തുടരുകയാണ്. മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഉൾപ്പെടെ 1,400-ലധികം ആളുകൾ കൊല്ലപ്പെട്ടതായി ഇറാൻ അധികൃതർ അറിയിച്ചു. ഇസ്രായേൽ, ജോർദാൻ, ഇറാഖ്, US സൈനിക കേന്ദ്രങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന ഗൾഫ് രാജ്യങ്ങൾ എന്നിവയെ ലക്ഷ്യമിട്ട് ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയാണ് ടെഹ്റാൻ തിരിച്ചടിച്ചത്.